തട്ടിപ്പിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്ക്. മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലും തട്ടിപ്പ് നടത്തിയത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ്. 60,000 രൂപയടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം. ഇതായിരുന്നു വാഗ്ദാനം. തട്ടിപ്പിൽ കുടുങ്ങിയതേറെയും സ്ത്രീകൾ. ഇത് അവർ നമുക്ക് തന്ന പേപ്പറാണ്. 500 രൂപ കൊടുത്തിട്ട് അവർ തന്ന പേപ്പറായത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 100 ദിവസം കഴിഞ്ഞിട്ടും ഇത് നമ്മൾ ചോദിക്കാൻ തുടങ്ങി. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കുന്നതിന് അനക്ക് പലതരത്തിൽ ഭീഷണിപ്പെടുന്ന കോളുകൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പദ്ധതിയാണ്, പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റാണ് എല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെയെല്ലാം പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കാമെന്ന്. ചെറിയ പൈസേൻ്റെത് തയ്യൽ മെഷീനായാലും ചെറിയ പൈസേൻ്റെത് കൊടുത്തിന്. വലിയ പൈസേൻ്റെ എല്ലാം അവർ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കും. ഇതിന് ഓണക്കിറ്റ് മുഴുവൻ എല്ലാവർക്കും കൊടുത്തിരുന്നു. അതെല്ലാം കണ്ടിട്ടാണ് നമ്മളിത് മുൻകൈയെടുത്ത് കീഞ്ഞിനി. ഇങ്ങനെ തട്ടിപ്പുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് സൊസൈറ്റിയിൽ അംഗത്വമെടുത്തത്. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം വിശ്വാസമാർജിച്ചു. പിന്നാലെയായിരുന്നു ഇരുചക്ര വാഹനം എന്ന വാഗ്ദാനം. 50,000 മുതൽ 60,000 രൂപ വരെയാണ് പലരിൽ നിന്നും പിരിച്ചെടുത്തത്. 100 ദിവസത്തിനകം വാഹനം വീട്ടിലെത്തുമെന്നായിരുന്നു വാഗ്ദാനം. മാസങ്ങൾ കഴിഞ്ഞതോടെയാണ് തട്ടിപ്പെന്ന് വ്യക്തമായത്. 3-4 വിളിച്ചിട്ടും പെണ്ണുങ്ങൾ ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഒന്നും നോക്കുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ റീഫണ്ടിനുള്ള അപേക്ഷയും കൊടുത്ത് റീഫണ്ടിന് കൊടുത്തു. എന്നിട്ട് റീഫണ്ടിന് കൊടുത്താൽ പ്രോമിസറി നോട്ടിൽ 10 ദിവസത്തിനുള്ള റീഫണ്ട്, 10 വർക്കിംഗ് ഡേയ്സിനുള്ള റീഫണ്ട് എന്നാണ് പറഞ്ഞത്. 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും റീഫണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല. 17 പേര് റീഫണ്ടിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കാരണം ആരും അവർക്ക് പൈസ നൽകിയില്ല. അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകുന്നതെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയുടെ പേരിലും തട്ടിപ്പ് നടന്നു. കണ്ണൂർ, വളപട്ടണം, മയ്യിൽ, ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളായി 2000-ഓളം പേരാണ് ഇതുവരെ പരാതിയുമായി എത്തിയത്. പരാതി നൽകിയവരെ കമ്പനി ഉടമകൾ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. മീഡിയ 1 കണ്ണൂർ.